ഈശോമിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, ഈ ഓശാന തിരുനാൾ പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ഈ ദേവാലയത്തിൽ നിങ്ങളോടെല്ലാവരോടും ഒപ്പം ആഘോഷിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട ജോസഫ് ആലപ്പാട്ട് കുന്നേലച്ചൻ ഇതിനായി എന്നെ ക്ഷണിച്ച ഉടനെ ഞാനത് സമ്മതിക്കുകയാണ് ചെയ്തത്. തന്നെയുമല്ല, ഈ കഴിഞ്ഞ ദിവസം അച്ഛൻ തൻ്റെ 76ാമത്തെ ജന്മദിനം ആഘോഷിച്ചു. ഇനി അധിക നാൾ അദ്ദേഹം ഇവിടെ വികാരിയായിട്ടുണ്ടായിരിക്കില്ല എന്നെനിക്ക് തോന്നുന്നു. തന്നെയുമല്ല, അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചതിൻ്റെ 50 വർഷം തികയുന്ന കാലവുമാണിത്. ഇതെല്ലാം മനസ്സിൽ കണ്ടപ്പോൾ അച്ഛൻ്റെ ഇടവക ദേവാലയത്തിൽ വന്ന് നിങ്ങളോടൊപ്പം ഈ ഓശാന ആഘോഷിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അച്ഛന് ഈ ജന്മദിനത്തിൻ്റെയും പൗരോഹിത്യ സുവർണ ജൂബിലിയുടെയും ആശംസകൾ നേരുകയാണ്. ദൈവാനുഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആമുഖമായി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഓശാന ഞായറിൻ്റെ സവിശേഷതകളെക്കുറിച്ച് അല്പസമയം നമുക്ക് ധ്യാനിക്കാം. ഓശാന ഒരർത്ഥത്തിൽ കർത്താവിൻ്റെ രാജത്വ തിരുനാളാണ്. രാജത്വ തിരുനാൾ പിന്നീട് കർത്താവിൻ്റെ രക്ഷാകര രഹസ്യങ്ങൾ, സഹനം, മരണം, ഉത്ഥാനം എന്നിവയൊക്കെ ആഘോഷിച്ചതിന് ശേഷം സ്വർഗാരോഹണവും കഴിഞ്ഞ് ആരാധനാ ക്രമത്തിൻ്റെ അവസാന ഘട്ടത്തിൽ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. അത് കർത്താവിൻ്റെ ജീവിതത്തിലൂടെ പ്രകാശിതമായ രാജത്വത്തിൻ്റെ പൂർണ്ണമായ ആ പ്രകാശനം അവിടുത്തെ സഹന മരണമുത്ഥാനങ്ങളിലൂടെ സാധിക്കുന്നതിനെ അനുസ്മരിച്ചുകൊണ്ടാണ്. കർത്താവിൻ്റെ രാജത്വ തിരുനാൾ അല്ലെങ്കിൽ തൻ്റെ രാജകീയമായിട്ടുള്ള മഹത്വം പ്രഘോഷിക്കുന്ന നാളായിട്ട് ഓശാന വരുവാൻ കാരണമുണ്ട്. കാരണം തൻ്റെ പരസ്യ ജീവിതത്തിൽ ഉടനീളം കർത്താവ് ചെയ്ത അത്ഭുതങ്ങളും അവിടുന്ന് നൽകിയ വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങളുമെല്ലാം ജനങ്ങളെ ഹഠാത് ആകർഷിച്ചു. ജനങ്ങൾ പടിപടിയായിട്ട് കർത്താവിനെ അനുഗമിക്കാൻ തുടങ്ങി. ദേവാലയത്തിൽ അവനെ ശ്രവിക്കാനായിട്ട് ആളുകൾ തിങ്ങിക്കൂടിയിരുന്നുവെന്ന് ലൂക്കാസ് സുവിശേഷകൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം 40-ാം വെള്ളിയിൽ നമ്മൾ അനുസ്മരിച്ച ആ ലാസറിൻ്റെ പുനരുജ്ജീവനം, ജീവനിലേക്ക് വീണ്ടും ലാസറിനെ കൊണ്ടുവന്ന ആ സംഭവവും ജനങ്ങളെ വളരെയേറെ അത്ഭുതസ്തബ്ധരാക്കിയതാണ്. ആ സംഭവം അന്ന് വായിക്കുന്നതിൻ്റെ കാരണവും കർത്താവിൻ്റെ ആ മഹത്വം ജനങ്ങൾ കൂടുതൽ അംഗീകരിക്കുന്നതിനെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നതിനാണ്. ലാസർ പുനരുജ്ജീവിപ്പിക്കപ്പെട്ടപ്പോൾ അനേകം യഹൂദർ അവനിൽ വിശ്വസിച്ചു എന്നാണ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് 40-ാം വെള്ളി ലാസറിൻ്റെ വെള്ളി എന്നും വിളിക്കുന്നെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ധ്യാനിച്ചിട്ടുണ്ടാവും. അങ്ങനെ അനേകം യഹൂദർ കർത്താവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ജനങ്ങളുടെ ഒരു വലിയ മുന്നേറ്റം കർത്താവിനോടൊപ്പം വരികയാണ് ചെയ്യുന്നത്. ജനങ്ങൾ പൊതുവിൽ കർത്താവിൽ വിശ്വസിക്കുകയാണ്. കർത്താവിൻ്റെ ആ സുവിശേഷ രഹസ്യങ്ങൾ അവർ ക്രമേണ മനസ്സിലാക്കി വരികയാണ്. അവിടുന്ന് തീർച്ചയായും യഹൂദരുടെ രാജാവാണ് എന്നതിലേക്ക് വരികയാണ്. അവിടുന്ന് പിറന്നപ്പോൾ പാടിയ മാലാഖായുടെ ഗീതങ്ങളാണ് ഓശാന ഗീതത്തിൻ്റെ സമയത്തും അവർ പറയുന്നത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം, രാജാതിരാജനായ ഈശോയ്ക്ക് ഹോശാന എന്നാണ് അവർ ആലപിക്കുന്നത്.
അന്ന് ജനങ്ങൾ വലിയ ആവേശത്തോടു കൂടി വരികയും കർത്താവും അതിന് വഴിയൊരുക്കുകയും ചെയ്യുകയാണ്. തൻ്റെ രാജത്വം, തൻ്റെ ഭൗമികവും സ്വർഗീയവുമായിട്ടുള്ള രാജത്വം അംഗീകരിക്കപ്പെടണം എന്ന് കർത്താവ് മനസ്സിലാക്കുകയാണ്. അങ്ങനെ മനസ്സിലാക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഈ ഓശാനയുടെ ആ എതിരേൽപ്പ് നടക്കുന്നത്. കർത്താവ് ഓശാനയുടെ ആ അനുഭവം തനിക്കും ജനങ്ങൾക്കും ആവശ്യകമാണെന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെയാണ് നടത്തുന്നത്. അവിടുത്തെ രാജകീയമായിട്ടുള്ള ദൗത്യം നിർവഹിക്കപ്പെടണം. ദൈവത്തിൻ്റെ അധീശത്വം, ആധിപത്യം ഈ ലോകത്തിൽ അംഗീകരിക്കപ്പെടണം. അവിടുന്ന് തൻ്റെ തിരുപുത്രനെ അയച്ചുവെന്നും ആ പുത്രനിലൂടെ ദൈവത്തിൻ്റെ ഹിതം ഇവിടെ വെളിപ്പെടുത്തപ്പെട്ടുവെന്നും അതനുസരിച്ച് ജനങ്ങൾ ജീവിച്ച ഐക്യത്തിലും സമാധാനത്തിലും രക്ഷ അനുഭവിക്കണമെന്നുമുള്ള ദൈവത്തിൻ്റെ ഹിതം അത് തന്നിലൂടെ നിറവേറുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു വലിയ പ്രകാശനമാണ് കർത്താവ് കാണിക്കുന്നത്. കുറേ പേർ എതിർത്തതുകൊണ്ട് കർത്താവിൻ്റെ ദൗത്യം പരാജയപ്പെടുന്നില്ല. കർത്താവിൻ്റെ ദൗത്യം പൂർണ്ണമായിട്ടും വിജയിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഓശാനയുടെ ആ എതിരേൽപ്പിനായിട്ട് കർത്താവ് ഒരുക്കങ്ങൾ നടത്തുന്നത്. ശിഷ്യന്മാരെ വിട്ടിട്ട് കഴുതക്കുട്ടിയെ കൊണ്ടുവരണമെന്ന് പറയുന്നത്, അത് ആളുകൾ അതിൻ്റെ ഉടമസ്ഥൻ അതിനെ എതിർത്താൽ എന്തു പറയണമെന്ന് പറയുന്നത്, അങ്ങനെ കർത്താവിന് ആവശ്യമുണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടി ആ കഴുതക്കുട്ടിയെ കൊണ്ടുവരണമെന്ന് ശിഷ്യന്മാരോട് കർത്താവ് നിർദ്ദേശം കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് ബോധപൂർവം കർത്താവ് ചെയ്ത ഒരു പ്രവർത്തനമാണ്. കഴുതക്കുട്ടിയെ കൊണ്ടുവരുന്നത് എന്തുകൊണ്ട്? പടക്കുതിരകളെല്ലാം മാറണം. പടക്കുതിരകൾ യുദ്ധത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ പടക്കുതിരകളുടെ സ്ഥാനത്ത് കർത്താവ് കഴുതക്കുട്ടിയെ തിരഞ്ഞെടുത്തുകൊണ്ട് വിനയാന്വതനായ ഒരു രാജാവായിട്ട് ഈ ലോകത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ്. എന്ന് വെച്ചാൽ വിനയത്തിലൂടെ, ജനങ്ങൾക്ക് ചെയ്യുന്ന ശുശ്രൂഷയിലൂടെ, അവർക്ക് നൽകുന്ന രക്ഷയിലൂടെ തൻ്റെ രാജത്വം ഈശോ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു രാജകീയമായ പ്രവേശനത്തെയാണ് ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്നത്. ഈ മിശിഹായുടെ രാജത്വം അത് കർത്താവിൽ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടുന്നതല്ല. ആ മിശിഹായുടെ രാജത്വം രക്ഷ സ്വീകരിക്കുന്ന എല്ലാവരിലേക്കും വ്യാപിക്കുന്നുണ്ട്. മാമോദീസ സ്വീകരിക്കുന്നവരായ നാം എല്ലാവരും ഈ രാജകീയമായ കർത്താവിൻ്റെ സ്ഥാനത്തിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നവരാണ്. അതിനെ നമ്മൾ രാജകീയ പൗരോഹിത്യം എന്ന് വിളിക്കും. മാമോദീസ സ്വീകരിക്കുന്ന എല്ലാവരും രാജകീയമായ പൗരോഹിത്യം സ്വീകരിച്ച് കർത്താവിനോടൊപ്പം ഈ ലോകത്തിൽ തങ്ങളുടെ ജീവിതത്തിൽ വിജയശ്രീ ലാളിതരാകേണ്ടതാണ്. എതിർപ്പുകളോ പ്രയാസങ്ങളോ ഒക്കെ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുന്നു, സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകുന്നു എന്ന് നമുക്കറിയാം. പക്ഷെ എന്നുവരികിലും നാം എല്ലാവരും കർത്താവിനോടൊപ്പം മഹത്വീകൃതരായിക്കൊണ്ടിരിക്കുന്നവരാണ്. പൂർണ്ണമായിട്ടുള്ള മഹത്വീകരണത്തിലേക്ക് എത്തിച്ചേരേണ്ടവരാണ്. അതാണ് ഓശാന തിരുനാളിൻ്റെ അർത്ഥം. എങ്ങനെ അത് സാധിക്കുമെന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത്. നാം എല്ലാവരും ഓരോരോ അളവുകളിൽ രാജാക്കന്മാരും രാജ്ഞികളുമാണ്. എന്ന് വെച്ചാൽ കർത്താവിനോടൊപ്പം ഈ ലോകത്തിൽ അവിടുത്തെ വിജയകരമായ ദൗത്യം നിർവഹിക്കേണ്ടവരാണ്. അവിടുത്തെ വിജയകരമായ ദൗത്യം നിർവഹിക്കേണ്ടവരാണ്. നമുക്ക് കുടുംബത്തിൽ നിന്ന് ആരംഭിക്കാം. മാതാപിതാക്കന്മാർ കുടുംബത്തിൽ രാജാവും രാജ്ഞിയുമാണ്. മക്കളും മരുമക്കളും അല്ലെങ്കിൽ കുടുംബത്തോട് ബന്ധപ്പെട്ടവരെല്ലാം മാതാപിതാക്കൾക്കുള്ള സ്ഥാനം അംഗീകരിച്ചുകൊണ്ട് ഒരു രാജകീയമായ ബഹുമാനം അവർക്ക് കൊടുക്കാൻ കടപ്പെട്ടവരാണ്. അങ്ങനെ മാതാപിതാക്കളിലൂടെ ഈശോയുടെ രാജകീയ പൗരോഹിത്യം ആ കുടുംബത്തിൽ നിറവേറുന്നുണ്ട്. അത് നമ്മൾ ഒരിക്കലും നിഷേധിക്കാൻ പാടില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ സഭയുടെ സംവിധാനങ്ങളിലുള്ള അധികാരങ്ങളിൽ ആയിരിക്കുന്നവരും ആ രാജകീയമായ പൗരോഹിത്യത്തിൻ്റെ സ്വഭാവത്തോടെ അംഗീകരിക്കപ്പെടണം. അവർക്ക് കർത്താവ് നൽകുന്ന ആ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അംഗീകാരം ഇടവകകളിൽ ഉണ്ടാകണം, സഭയിലുണ്ടാകണം, സമൂഹത്തിലുണ്ടാകണം. രാജ്യത്തിൻ്റെ അധികാരികളെയും നമ്മൾ ആദരിക്കേണ്ടതാണ്. കാരണം അതും ദൈവത്താൽ നിയുക്തമായിട്ടുള്ളതാണ്. അത് കർത്താവ് തന്നെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും കൊടുക്കുക.
അന്ന് റോമാ ചക്രവർത്തിയുടെ കീഴിലായിരുന്നു യൂദയ രാജ്യം. ഹെറോദോസ് അവിടെ രാജാവായിട്ട് ഭരിക്കുന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴങ്ങനെയുള്ള ആ യൂദയ രാജ്യത്തിലെ കർത്താവിൻ്റെ ആ സ്ഥാനം അത് ഹെറോദേസിനെയും പിലാത്തോസിനെയും അംഗീകരിച്ചു കൊണ്ടുള്ളതായിരുന്നു. അവിടുന്ന് മരണശിക്ഷയ്ക്ക് വിധേയനാകുന്നതും ഈ രണ്ടുപേരുടെയും അധികാരത്തിന് കീഴിലാണ്. അപ്പോൾ നമുക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടായാൽ പോലും അധികാരികൾക്ക് വിധേയരായിട്ട് നമ്മൾ വർത്തിക്കണമെന്നുള്ളതാണ്. കർത്താവ് ഒരിക്കലും ഒരു വിപ്ലവ നേതാവായിരുന്നില്ല. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വിപ്ലവം അത് പടക്കുതിരകളെ കൊണ്ടോ സൈന്യവ്യൂഹങ്ങളെ കൊണ്ടോ ഒന്നും ആയിരുന്നില്ല. അതുകൊണ്ടാണല്ലോ പത്രോസ് വാളെടുത്ത സന്ദർഭത്തിൽ കർത്താവ് പറഞ്ഞു, വാളെടുക്കുന്നവൻ വാളാൽ മരിക്കും, വാൾ നിൻ്റെ ഉറയിലിടുക എന്ന്. അപ്പോഴങ്ങനെയുള്ള എല്ലാവിധ ആയുധ സംവിധാനങ്ങൾ നമുക്കുണ്ടെങ്കിൽ പോലും, ഏതെങ്കിലും രീതിയിലൊക്കെ മറ്റുള്ളവരെ എതിർത്ത് തോൽപ്പിക്കാനുള്ള ശക്തി നമുക്കുണ്ടെങ്കിൽ പോലും അത് ഉപയോഗിക്കേണ്ടവരല്ല നമ്മൾ. വിനയവും സ്നേഹത്തിൽ വിനയാന്വിതരായി സന്തോഷത്തോടുകൂടി മറ്റുള്ളവരെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ഈ ലോകത്തിൽ സാധിക്കണം. തീർച്ചയായിട്ടും അനീതിക്കെതിരെ നമ്മൾ ശബ്ദം ഉയർത്തേണ്ടതുണ്ട്. അത് കർത്താവ് ചെയ്തു. കർത്താവ് പിലാത്തോസിൻ്റെ മുമ്പിൽ വെച്ച് പോലും അനീതിക്കെതിരെ ശബ്ദമുയർത്തിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് സത്യമാണെങ്കിൽ നീ എന്തുകൊണ്ട് എൻ്റെ കന്നത്തടിച്ചു എന്ന് പടയാളിയോട് ചോദിക്കുന്നുണ്ട്. കർത്താവ് തന്നെ പറയുന്നു, എൻ്റെ രാജ്യം ഐഹികമല്ല, എൻ്റെ രാജ്യം ദൈവികമായിട്ടുള്ളതാണ്. അത് ഞാൻ സ്ഥാപിക്കുമ്പോൾ നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കണമെന്നുള്ള ആഹ്വാനം കർത്താവ് നടത്തുന്നുണ്ട്. അപ്പോൾ അപ്രകാരമുള്ള ഒരു സന്ദേശമാണ് ക്രൈസ്തവ സന്ദേശം. നമ്മുടെ സഭയിലൂടെയും നമ്മൾ ഓരോരുത്തരിലൂടെയും ഒക്കെ നാം കൊടുക്കേണ്ട സന്ദേശവും അത് തന്നെയാണ്. വിനയത്തിൻ്റെയും ശുശ്രൂഷയുടേതുമായ ഒരു സന്ദേശം, രക്ഷ നൽകുന്ന ആ ഒരു സന്ദേശം, അത് മറ്റുള്ളവരെ അവരുടെ ജീവിതാവസ്ഥകളിൽ സഹായിക്കുന്ന, അവരോട് സഹകരിക്കുന്ന ഒരു സന്ദേശം, ആവശ്യക്കാരന് സഹായം എത്തിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവം. അതുപോലെ തന്നെ രോഗികൾ, അശരണർ, അഗതികൾ, ജീവിതത്തിൽ ദാരിദ്ര്യ അവസ്ഥയിലേക്ക് പോകുന്നവർ, ഇങ്ങനെയുള്ള എല്ലാവരെയും നമ്മോട് ചേർത്ത് നിർത്തിക്കൊണ്ടവരെ രക്ഷിക്കുന്ന ഒരു സ്വഭാവമാണ് കർത്താവിൻ്റെ രാജ്യത്വത്തിനുള്ളത്. ആ രാജ്യത്വമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പ്രിയമുള്ളവരെ, കർത്താവായ ഈശോയ്ക്ക് സംഭവിച്ചതുപോലെ തന്നെ നമ്മുടെ ജീവിതങ്ങളിലും നമുക്ക് നമ്മുടെ രാജകീയമായ ദൗത്യം നിർവഹിക്കുമ്പോൾ അത് വിനയത്തോടുകൂടി നിർവഹിച്ചാൽ പോലും എതിർപ്പുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. കുടുംബത്തിൽ മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ള ഭിന്നതകളും കലഹങ്ങളും ഒക്കെ ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകുമ്പോൾ നാം മനസ്സിലാക്കണം, ഇത് നമുക്കുള്ള വലിയൊരു പ്രലോഭനമാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ സന്ദേശത്തിന്, സ്നേഹത്തിൻ്റെ സന്ദേശത്തിന് യോജിച്ച രീതിയിലാക്കുവാൻ ശ്രമിക്കണം. ഭിന്നതകളോ സംഘർഷങ്ങളോ ഒക്കെ കുടുംബങ്ങളിൽ ഉണ്ടായാൽ അത് കഴിവതും വേഗം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. മക്കളുടെ പുതിയ ചിന്താഗതികളെയും ജീവിതശൈലികളെയും ഒക്കെ മനസ്സിലാക്കുവാനായിട്ട് മാതാപിതാക്കന്മാർക്ക് കഴിയണം. അതുപോലെ തന്നെ മാതാപിതാക്കളെ അവരുടേതായ രീതികളിൽ കണ്ടുകൊണ്ട് മക്കൾ അവരോട് സഹകരിച്ച് പ്രവർത്തിക്കണം. തലമുറകൾ തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 10-30 വർഷത്തിനുള്ളിൽ സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. അതിലേറെ ഇനിയും ഒരുപക്ഷെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. പുതിയ പുതിയ സംവിധാനങ്ങൾ മാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോഴങ്ങനെയുള്ള ആ സന്ദർഭങ്ങളിലൊക്കെ എത്രമാത്രം നമ്മുടെ കർത്താവിൻ്റെ ജീവിതശൈലിയോട് യോജിച്ച് നിന്ന് നമ്മുടെ അധികാരപൂർവമായിട്ടുള്ള ശുശ്രൂഷകളെ ചെയ്യാൻ നമുക്ക് സാധിക്കണമെന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് വൈദികരും സമർപ്പിതരും കർത്താവിൻ്റെ ജീവിതത്തോടെ കൂടുതൽ അടുക്കുന്നവരാണ്. വൈദികരായിട്ട് അഭിഷേകം ചെയ്യുന്നവർ കർത്താവിൻ്റെ ശുശ്രൂഷാ പൗരോഹിത്യത്തിലും പങ്കുചേരുകയാണ്. അവർ കർത്താവിൻ്റെ സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെതുമായിട്ടുള്ള അനുഭവം വിശ്വാസികൾക്ക് നൽകുന്ന കൂതാശകൾ പരികർമ്മം ചെയ്യപ്പെടാൻ വേണ്ടി നിയോഗിക്കപ്പെടുന്നവരാണ്. കർത്താവിനെ പോലെ വചനം പ്രഘോഷിക്കുന്നവരാണ്, കൃപ വിളമ്പുന്നവരാണ്. അപ്പോഴങ്ങനെയുള്ള അവബോധത്തോടുകൂടി അവരും അവരുടെ രാജകീയമായ നേതൃത്വം സഭയിൽ കൊണ്ടുപോകുവാനായിട്ട് പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഈ ചിന്തകളാണ് നമ്മളെ ഈ ഓശാന തിരുനാളിൽ നയിക്കേണ്ടത്. നമ്മളും ഓശാന പാടി കർത്താവിനെ സ്തുതിക്കുമ്പോൾ
നമ്മുടെ ദൗത്യം നിർവഹിക്കുവാനുള്ള സന്നദ്ധത നമ്മൾ കർത്താവിനെ അറിയിക്കണം. നാമും കർത്താവിനോടൊപ്പം രാജകീയമായ ഒരു നിലയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നവരാണെന്നുള്ള അവബോധം നമ്മളിൽ ഉണർത്തണം. ആ അവബോധത്തോടുകൂടി നമ്മൾ കർത്താവിന് ഓശാന പാടണം. അപ്പോൾ നാമും അനുഗ്രഹീതരായി തീരും. നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുവാനായിട്ട്, നമ്മുടെ ഇടവകകളിലെയും സഭയിലെയും സമൂഹത്തിലെയും ബന്ധങ്ങളെ ശരിയായ രീതിയിൽ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അടിസ്ഥാനത്തിലൊക്കെ ശരിപ്പെടുത്തിയെടുക്കുവാനായിട്ട് ഓശാനയുടെ സന്ദേശം നമുക്ക് ഉപകരിക്കണം. കർത്താവിനെ സഹനത്തിലേക്കും മരണത്തിലേക്കും ഉത്ഥാനത്തിലേക്കും പോവുകയാണ് ഈ ആഴ്ചയിൽ. അപ്പോൾ ഈ ഓശാനയുടെ ആരംഭം, ഈ രാജകീയമായ പൗരോഹിത്യത്തിൻ്റെ ആ പ്രകാശനം, അതിൻ്റെ ശുശ്രൂഷയുടെ പൗരോഹിത്യമായിട്ട് ഉയരുമ്പോൾ നമുക്കും കർത്താവിനോടൊപ്പം ഉയരാം. ആ പൗരോഹിത്യത്തിൻ്റെ ആ രക്ഷാകര പ്രവർത്തനത്തിൻ്റെ ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ട് അവിടുത്തെ ശിഷ്യന്മാരും ശിഷ്യകളുമായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചും യുവതി യുവാക്കന്മാരെക്കുറിച്ചുമൊക്കെയുള്ള നമ്മുടെ ഉത്തരവാദിത്വം അപ്രകാരം നിർവഹിക്കാൻ നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഓശാന തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ വലിയ ആഴ്ച നിങ്ങൾക്ക് കർത്താവിൻ്റെ പീഡാനുഭവ ആഴ്ചയെന്ന് അതിനെ വിശേഷിപ്പിക്കുന്നു. ആ പീഡാനുഭവ ആഴ്ചയിൽ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുവാൻ ഇടയായി തീരട്ടെ. പെസഹ വ്യാഴാഴ്ച കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ നൽകിക്കൊണ്ടുള്ള ആ വിശുദ്ധ കുർബാനയുടെ രഹസ്യം സ്ഥാപിക്കും. ശുശ്രൂഷ പൗരോഹിത്യം ശിഷ്യന്മാർക്ക് നൽകും. അതിനുശേഷം ദുഃഖവെള്ളിയിലെ കർത്താവിൻ്റെ മരണവും ഉത്ഥാനവും അനുസ്മരിപ്പിക്കുന്ന ആ രക്ഷാകരമായ ഒരു അനുഭവം നമുക്ക് ലഭിക്കും. പിന്നീട് ഉയർപ്പിൻ്റേതായിട്ടുള്ള ആഘോഷവും. ഈ രീതികളിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ കാണാനായിട്ട് ഈ ഓശാന തിരുനാളിൻ്റെ ആഘോഷം ഉപകരിക്കട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട ഒരു സന്ദർഭമാണ്. സഭയും സമൂഹവുമൊക്കെ ഒത്തിരിയേറെ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടം, ഒത്തിരിയേറെ വിശ്വാസത്തിന് വെല്ലുവിളികൾ ഉണ്ടാകുന്ന ഒരു കാലം, ജീവൻ്റെ മൂല്യം അത്രയേറെ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു കാലം. അതുകൊണ്ട് പരിപാവനമായിട്ടുള്ള നമ്മുടെ വിശ്വാസ രഹസ്യങ്ങളെയെല്ലാം അപ്പാടെ കാത്തു സൂക്ഷിക്കുവാനുള്ള കൃപയ്ക്കായിട്ട് കർത്താവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മുടെ സഭയിൽ ഓരോ ഉള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നിങ്ങൾക്കറിയാം. അതുമാത്രമല്ല, സാർവത്രിക സഭ മുഴുവനിലും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് എല്ലാവരും തങ്ങളുടേതായ ദൗത്യം കർത്താവിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് നിർവഹിക്കുവാൻ ഇടയാകട്ടെ. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ച് അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിറിൽ എന്ന് പറയുന്ന അപുണ്യപ്പെട്ട പിതാവ് പറയുന്നത് ഇപ്രകാരമാണ്: കുരിശിൽ നിലയുറപ്പിച്ചുകൊണ്ട് ഉത്ഥാനത്തെ ലക്ഷ്യമാക്കി നീങ്ങുക എന്ന്. കുരിശിൽ നിലയുറപ്പിച്ചുകൊണ്ട് ഉത്ഥാനത്തെ ലക്ഷ്യമാക്കി നീങ്ങുക. നമുക്കറിയാം, നോമ്പ് നോറ്റ് ഈ വലിയ ആഴ്ചയ്ക്ക് വേണ്ടി നാം ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ പോലും ചിലപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. അപ്പോഴും നിങ്ങൾ പരസ്പരം പറഞ്ഞിട്ടുണ്ട്, ഈ നോമ്പ് കാലമല്ലേ, ഉപവാസകാലമല്ലേ, ഇപ്പോഴും കിടന്ന് വഴക്ക് പിടിക്കാനോ എന്നൊക്കെ നിങ്ങൾ ചിലപ്പം പലരോടുമൊക്കെ ചോദിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഇത് ജീവിതത്തിൻ്റെ ഒരു വശമാണ്. അത് കർത്താവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയെല്ലാം നേരിട്ടുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിത ദൗത്യം നിർവഹിക്കാനുള്ള ശക്തിക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപയാലല്ലാതെ നമുക്ക് ഈ ദൗത്യം നിർവഹിക്കാൻ സാധിക്കുകയില്ല. അതിനുള്ള കൃപ ഇന്നത്തെ വിശുദ്ധ കുർബാന അർപ്പണത്തിലും നമുക്ക് ലഭിക്കാനിടയായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. കർത്താവിൻ്റെ കൃപ നമ്മളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.